ഇപ്പോൾ NP ചെക്കുട്ടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ചെക്കുട്ടി, ഇന്നലെ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന താങ്കളുടെ ശ്രദ്ധയിൽ വന്നു കാണും. പക്ഷേ അതിനു മുമ്പ് AK ബാലനെ പിന്തുണച്ചുകൊണ്ട് ഒരു CPM നേതാവ് രംഗത്ത് വരികയും ചെയ്തിരുന്നില്ല. ഇനി CPM ഈ കാര്യത്തിൽ പിണറായി വിജയന്റെ വാക്കുകൾക്കൊപ്പം നിൽക്കാൻ തന്നെയാണോ തീരുമാനിക്കുക? അതല്ലാതെ ഈ ബാലന്റെ പ്രസ്താവന അത് ശരിയായ സമയത്തായിരുന്നില്ല, സമയവും സന്ദർഭവും അത്ര പോലും നന്നായിരുന്നില്ല എന്ന് പറയുന്ന ഒരു വിഭാഗവും CPM-ലുണ്ടോ? അല്ല, അതില് ഈ വിഷയത്തില് പിണറായി വിജയന്റെ പ്രസ്താവനയ്ക്ക് ശേഷവും പാർട്ടിയിൽ വളരെ ശക്തമായിട്ടുള്ള അവരുടെ നിലപാടുകൾ പാർട്ടിയുടെ വിവിധ കമ്മിറ്റികളിൽ ഉയർന്നു വന്നിട്ടുണ്ട്. കമ്മിറ്റികളിൽ സംസാരിച്ചിട്ടുള്ള മിക്കവാറും ആളുകളൊക്കെ തന്നെ ഇതിന്റെ ഒരു ആപത്ത്, ഇതുണ്ടാക്കാൻ പോകുന്ന രാഷ്ട്രീയമായ തിരിച്ചടി, അത് വളരെ ആഴത്തിലുള്ള തിരിച്ചടിയാണ് എന്ന് വളരെ കൃത്യമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ പിണറായി വിജയന്റെ നിലപാടിനെ പൂർണ്ണമായിട്ടും പാർട്ടി അംഗീകരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ചും CPM ഒരു ദേശീയ പാർട്ടിയാണ്, അതിനൊരു നാഷണൽ ലീഡർഷിപ്പ് ഉണ്ട്. ഒരു ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ഒരു വളരെ പരിമിതമായിട്ടുള്ള സ്വാധീനമുള്ള ഒരു സംഘടനയെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അവരെയാണ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് ആ സംഘടനയുടെ നേരെയുള്ള അറ്റാക്കല്ല, മറിച്ച് ഒരു ന്യൂനപക്ഷ വിരുദ്ധമായിട്ടുള്ളൊരു ഐഡിയോളജി അത് പ്രചരിപ്പിക്കാനുള്ള ശ്രമമാണ് എന്നുള്ളത് ആർക്കും തിരിച്ചറിയാൻ കഴിയും. അതുകൊണ്ട് ഇതിനകത്തുള്ള ഒരു ദുഷ്ടലാക്ക്, ഈ ബാലന്റെ പ്രസ്താവനയിലെ ദുഷ്ടലാക്ക് എന്ന് പറയുന്നത് സംഘപരിവാരം പ്രചരിപ്പിച്ചു വരുന്ന ഇസ്ലാമോഫോബിയയുടെ രാഷ്ട്രീയം, അത് CPM ഏറ്റെടുക്കുന്നതിന് ലക്ഷണമായിട്ട് തന്നെയാണ് പൊതുസമൂഹം കാണുന്നത്. അതിന് ആക്ച്വലി അത്തരം ആരോപണങ്ങളെ സാധൂകരിക്കുന്ന ഒരു നിലപാടാണ് ബാലൻ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് അതിന്റെ പ്രത്യാഘാതങ്ങൾ വളരെ ഗുരുതരമായിരിക്കും എന്ന് പാർട്ടിയുടെ പല ലീഡർഷിപ്പിലുള്ള പല ആളുകൾക്കും തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് പിണറായി വിജയൻ ഇന്നലെ ഒരു സോഫ്റ്റ് ആയിട്ടൊരു സമീപനം ബാലനെതിരെ കാര്യത്തിൽ എടുത്തിട്ടുണ്ടെങ്കിൽ പോലും അതിനെ ന്യായീകരിക്കാൻ ഒരു ശ്രമം നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും പിണറായിയുടെ വാക്കുകൾക്കല്ല, നേരെ മറിച്ച് പാർട്ടിയിൽ കൂടുതൽ ശക്തിപ്പെട്ടു വരുന്ന ഇത് ആപൽക്കരമായിട്ടൊരു പ്രവണതയാണ് എന്ന തരത്തിലുള്ള നിലപാടിനാണ് ഒരു മേൽക്കൈ കിട്ടാനിടയുള്ളത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ബാലന്റെ പ്രസ്താവനയെ പൂർണ്ണമായും അംഗീകരിക്കുന്നില്ല എങ്കിൽ തന്നെയും മാറാട് എന്നുള്ള വിഷയം വീണ്ടും കേരളത്തിൽ ചർച്ച ചെയ്യണം എന്ന് CPM ആഗ്രഹിക്കുന്നു എന്നുള്ളൊരു തോന്നൽ വരുന്നില്ലേ? കാരണം മാറാട് സംഭവവുമായി ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയമായ ആരോപണ പ്രത്യാരോപണങ്ങൾ ഇപ്പോഴും അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നതിനാൽ അതിനെ ഒന്ന് എല്ലാവരും ചർച്ച ചെയ്യട്ടെ എന്നുള്ള തീരുമാനത്തിലേക്ക് CPM പോയി എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായും മാറാടിനെ ഉപയോഗിക്കാൻ അല്ലെങ്കിൽ മാറാടിനെ ദുരുപയോഗിക്കാനുള്ള ഒരു ശ്രമം CPM നടത്തുന്നുണ്ട്. അതിലുള്ള വിഷയം എന്താ വെച്ചാൽ, മാറാട് കമ്മീഷന്റെ റിപ്പോർട്ടിനകത്ത് ചില ആളുകളുടെ, ചില വ്യക്തികളുടെ പേര് പറഞ്ഞതിൽ ചിലരൊക്കെ മുസ്ലിം ലീഗ് ലീഡർഷിപ്പിലുള്ള ആളുകളാണ്. അത് വെച്ചുകൊണ്ട് മുസ്ലിം ലീഗിനെയും മുസ്ലിം ലീഗ് വഴി കോൺഗ്രസിനെയും പ്രതിരോധത്തിലാക്കുക എന്നുള്ള ഒരു ശ്രമമാണ് അവർ ചെയ്യുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമിയിലെ ആരും ആ കേസിൽ പ്രതികളായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പരാമർശിക്കപ്പെട്ടിട്ടോ ഇല്ല. എന്നാൽ മുസ്ലിം ലീഗിന്റെ ആളുകൾ ചിലരുടെ പേരുകൾ അതിനകത്ത് ഉണ്ട് താനും. അപ്പൊ ആ നിലയിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് CPM ആ കാര്യത്തില് മാറാട് വിഷയം വീണ്ടും ചർച്ചാ വിഷയമാക്കുന്നതിൽ അവര് ശ്രമം നടത്തുന്നത്. ഏതാണ്ട് 24, 23, 24 വർഷത്തിന് ശേഷം ഈ വിഷയം വീണ്ടും ചർച്ച ചെയ്യുമ്പോൾ അന്നുണ്ടായ രാഷ്ട്രീയ യാഥാർത്ഥ്യം, അന്നുണ്ടായിരുന്ന വസ്തുതകൾ, എങ്ങനെയാണ് ഈ സംഭവങ്ങൾ ഉണ്ടായത്, എങ്ങനെയാണ് ഇതിനെ പരിഹരിക്കാൻ ആന്റണി സർക്കാർ ശ്രമിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊന്നും ഇന്ന് പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിലില്ല. അതുകൊണ്ട് ഒരു വ്യാപകമായിട്ടുള്ള ഒരു ഇസ്ലാമോഫോബിയുടെ അന്തരീക്ഷം ഉണ്ടാക്കാനുള്ള ശ്രമം അതിന് നടക്കുന്നുണ്ട്. കാരണം യഥാർത്ഥത്തിൽ അന്ന് AK ആന്റണി മുഖ്യമന്ത്രി നിലയിൽ പറഞ്ഞ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കേരളത്തിലെ മിക്കവാറും പ്രധാനപ്പെട്ട കക്ഷി കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും CPM-ന്റെയും ആളുകൾ ഈ കേസുകളിൽ പ്രതികളാണ് എന്ന് ആന്റണി അന്ന് തുറന്നു പറഞ്ഞിരുന്നു. അതുകൊണ്ട് വിവിധ കക്ഷികളിൽപ്പെട്ട ആളുകൾ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചു എന്നുള്ളൊരു സാഹചര്യത്തില് യഥാർത്ഥത്തിൽ അതൊരു പ്രാദേശികമായ വിഷയം എന്ന നിലയിൽ പല പാർട്ടിക്കാരും ഇടപെട്ടു എന്ന ഒരു സാഹചര്യത്തില് അനാവശ്യമായിട്ട് അതിനെ വീണ്ടും തിരിച്ചു കൊണ്ടുവരുന്നത് വഴി കേരളത്തിലെ ഒരു വർഗീയ സംഘർഷത്തിൻ്റെതായിട്ടുള്ള ഒരു അന്തരീക്ഷം, പകയുടേതായിട്ടുള്ള ഒരു അന്തരീക്ഷം തിരിച്ചു കൊണ്ടുവരാനും അതുവഴി ഒരു മാറാടിന്റെ ഒരു വിഷയം എന്ന് വെച്ചാൽ അത് ഭൂരിപക്ഷ സമുദായത്തിനകത്ത് വലിയൊരു ഭീതി ഉയർത്തിയ സംഗതിയാണ്. ആ ഭൂരിപക്ഷ സമുദായത്തിനകത്ത് ഉള്ള ഭീതിയുടെ അന്തരീക്ഷം പുനഃസൃഷ്ടിച്ചുകൊണ്ട്
ഒരു വലിയ കൺസോളിഡേഷൻ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അത് വളരെ വളരെ തെറ്റുമായിട്ടുള്ള പ്രവണതയാണ്. അത് രാഷ്ട്രീയമായിട്ട് അവർക്ക് തൽക്കാലം ഗുണം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് കേരളത്തിന് അത് വലിയ ദോഷം ചെയ്യാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ശ്രീ ചെക്കുട്ടി, ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയ്ക്ക് താങ്കൾക്ക് അറിയാമല്ലോ ഇക്കാര്യത്തൊക്കെ ഒരു കലാപം റിപ്പോർട്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ കലാപം ചർച്ച ചെയ്യപ്പെടുമ്പോഴൊക്കെ വളരെ ജാഗ്രത മാധ്യമങ്ങൾ കാണിക്കാറുണ്ട്. അതായത് ഇരുവിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടി എന്നുള്ള പ്രയോഗമൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. പക്ഷേ ഈ വിഷയത്തിൽ ഇപ്പോൾ നമ്മൾ സാധാരണ ഈ മാറാട് കലാപമൊക്കെ താങ്കൾ പറഞ്ഞതുപോലെ ഒരു വിഭാഗത്തിന് വലിയ ഭീതിയുണ്ട്, മറുവിഭാഗത്തിനും ഭീതിയുണ്ടായ ഒരു ഘട്ടമൊക്കെ ഉണ്ട്. പക്ഷേ അതെല്ലാം നമ്മൾ മറക്കുന്നത് അതേക്കുറിച്ച് മിണ്ടാതിരിക്കുമ്പോഴാണ്. അത് ഇനി ചർച്ച ചെയ്യേണ്ടതില്ല, അങ്ങനെ നടന്നു, ഇനി അങ്ങനെ നടക്കാതിരിക്കട്ടെ എന്നൊരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അതേക്കുറിച്ച് പിന്നീട് ചർച്ച ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല പോംവഴി. പക്ഷേ ഇടതുപക്ഷം ഭൂരിപക്ഷ വർഗീയതയൊക്കെ വരുന്നതിൽ ഏറ്റവും കൂടുതൽ ജാഗ്രത കാണിക്കേണ്ട ഇടതുപക്ഷം, ജാഗ്രത കാണിച്ചിരുന്ന ഇടതുപക്ഷം ഇപ്പോൾ ആ നിലയിലേക്ക് പോകുന്നതിൻ്റെ ആവശ്യകത എന്താണ്? അത് വളരെ തെറ്റായ പ്രവണതയാണ്. ഒരു വർഗീയ കലാപങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു അക്കാദമിക് തലത്തിലല്ലാതെ ഒരു പൊതു ചർച്ചയുടെ രൂപത്തിൽ, ഒരു പൊതു ഡിബേറ്റിന്റെ രൂപത്തിൽ കൊണ്ടുപോകുന്നത് വളരെ തെറ്റായിട്ടുള്ള പ്രവണതയാണ്. മാത്രമല്ല ഈ മാറാട് എന്ന് പറയുന്നത്, മാറാട് രണ്ട് കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒന്നാം കലാപത്തിൽ യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾക്കാണ് വലിയ തോതിലുള്ള പരിക്കുകൾ പറ്റിയിട്ടുള്ളത്. രണ്ടാമത്തെ സംഭവത്തിലാണ് ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് വലിയ പരിക്കുകൾ ഉണ്ടായത്. അപ്പൊ അതുകൊണ്ട് ഇതൊരു കണ്ടിന്യൂറ്റിയാണ്. ആ സംഗതികള് അതിന്റെ ഒരു സമഗ്രമായ പശ്ചാത്തലത്തിൽ നമ്മൾ കാണുകയും പിന്നെ വൈകാരികമല്ലാത്ത തരത്തിൽ ചർച്ച ചെയ്യുന്നതിൽ തെറ്റില്ല. പക്ഷേ അതിന് പകരം പൊതുസമൂഹത്തില് പൊതുവേദികളിൽ വെച്ചുകൊണ്ട് പരസ്പരം വാഗ്വാവിളികളും പരസ്പരം വെല്ലുവിളികളും ഉയർത്തുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായും അത് പിന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മറക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ തിരിച്ചു വരിക മാത്രമല്ല, കേരളത്തിൽ ഇപ്പൊ സമീപകാലത്തെങ്കിലും ഒരു 10-20 വർഷമായിട്ട് ആ തരത്തിലുള്ള സംഘർഷങ്ങളൊന്നും ഇല്ല. അപ്പൊ അങ്ങനെ സംഘർഷങ്ങളില്ലാത്ത പൊതുവിൽ സമാധാനപരമായ അന്തരീക്ഷമുള്ള ഒരു 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 സംസ്ഥാനത്ത് കലാപത്തിന്റെ വിത്തിടാനുള്ള ഒരു നീക്കമായിട്ട് മാത്രമേ ഇതിന് കാണാൻ കഴിയുള്ളൂ. അത് CPM-നെ പോലൊരു കക്ഷി ആ തരത്തിലൊരു നീക്കം നടത്തുകയാണെങ്കിൽ വർഗീയ കലാപം പിന്നെ സൃഷ്ടിക്കാനുള്ള ഒരു നീക്കമായിട്ട് ചിലർക്ക് അതിനെ കാണേണ്ടി വരും.